ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആലുവ ടൗണിലൊന്ന് പോണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പച്ചക്കറി, വിത്ത്, അങ്ങനെ ഇക്കാക്ക് ചൂണ്ടക്കുളത്ത് ഒക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് പോണേണ്. അപ്പോൾ ദേ ആലുവയിലെ സിനിമ തിയേറ്ററാണ് ട്ടോ സീനത്ത്. സിനിമ തിയേറ്റർ. അപ്പോൾ ദേ എല്ലാവരും സിനിമയിന് ഇറങ്ങണേണ്. അപ്പോൾ അതേ നമുക്ക് വിത്ത് കിട്ടണ സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടാ. ദേ ഇവിടെയാണ് പച്ചക്കറി വിത്ത് കുറേ ഉണ്ട്. അപ്പോൾ ഏതെടുക്കണോന്ന് കൺഫ്യൂഷനായി. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ വിത്തൊക്കെ വാങ്ങിച്ചത് ട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചക്കറി നട്ടാലോ, വെറുതെ വീട്ടിലിരിക്കണല്ലേ. അപ്പോൾ നമുക്ക് കെമിക്കലില്ലാത്ത പച്ചക്കറിയും കൂട്ട് കറിയൊക്കെ വെക്കാലോ. അപ്പൊ അധികം സ്ഥലമൊന്നുമില്ല. ഈ ടെറസിന്റെ അവിടെ തന്നെ സൈഡിൽ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പൊ ചട്ടിയിലും ഒക്കെ ആയിട്ട് വെക്കാലാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ മേടിക്കണേണ്. അപ്പൊ നാളത്തെ വ്ളോഗിലാണ് ഇത് നടണ ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ വൈകുന്നേരം ആയില്ലേ, ഞങ്ങൾക്കിത് വാങ്ങിച്ചു വന്നപ്പോ വരുമ്പോഴത്തേക്കും രാത്രിയാവും. അപ്പൊ അത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടെന്നൊക്കെ ചേട്ടൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ പച്ചക്കറി വിത്തൊക്കെ കുറച്ച് വാങ്ങിച്ചു. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി ഇക്കാക്ക് മീൻ പിടിക്കാനായിട്ട് ചൂണ്ടക്കുളത്തും എന്താണ്ടൊക്കെ മേടിക്കണോന്ന് പറഞ്ഞപ്പോ അതിൻ്റെതായ ഒരു കട ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോണേണ്. അപ്പൊ ഇത് നമ്മളെ ആലുവ ടൗൺ ആണ് ട്ടോ ഇത്. അപ്പൊ ഈ സൈഡിലായിട്ടാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. ദേ അതാണ് ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര ബ്ലോക്കാണ് ട്ടോ ഗൈസ്. നല്ല ബ്ലോക്ക്. അപ്പൊ ഇക്കറിഞ്ഞ നല്ല സമയത്താണ് വന്നത്. കാരണം നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക്. അപ്പൊ അത് നമ്മ എങ്ങനെയെങ്കിലും ഈ കടയിലെത്തി. അപ്പൊ അത് മീൻ പിടിച്ച ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് എടുത്തു. അപ്പൊ അതിൻ്റെ ഉള്ളില് കയറാം. അപ്പൊ ഒരുപാട് വെറൈറ്റി ചൂണ്ടക്കുളത്തുകളും ചൂണ്ടയൊക്കെ ഉണ്ട് ട്ടോ. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അത് മീൻ്റെ മീൻ പോലെ ഇരിക്കണ ചൂണ്ടക്കുളത്ത്, പിന്നെ തവള പോലെ ഇരിക്കണ ഒക്കെ ഉണ്ട് ട്ടോ. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതുപോലത്തെ 2, 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ ഇക്ക. എന്റെ കൂട്ടുകാരന്മാരായിട്ട് ചൂണ്ടയിടാൻ പോകാനായിട്ട്. അപ്പൊ ചൂണ്ടക്കുളത്ത് പോയി. 5, 6 കൂടിയുള്ള കുളത്ത് മേടിക്കാന്ന് ഓർത്തിട്ടാ വന്നത്. ഇവിടെ തവളനെ പോലത്തെ കുളത്തുണ്ടല്ലേ, കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട്. കണ്ടാ? പിന്നെ ചെമ്മീൻ അതേപോലത്തെ കുളത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം. ദേ ഈ അറ്റത്താണ് ചെമ്മീൻ പോലത്തെ കുളത്ത്. കണ്ടാ? ദേ ഉണ്ട്. അപ്പൊ കാണുമ്പോ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടാ? ഇത് ഭയങ്കര റേറ്റാണ് ട്ടോ. റേറ്റ് കൂടുതലാണ്. അപ്പൊ കുറച്ച് കൊളുത്തൊക്കെ വാങ്ങിച്ചു. അപ്പൊ ജസ്റ്റ് ഈ കടയൊക്കൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പൊ ഇക്ക വാങ്ങിച്ച ചൂണ്ടക്കുളത്ത് ദേ ഇതൊക്കെയാണ് ട്ടാ. ഇത് ഒരെണ്ണം, പിന്നെ അത് 5, 6 കുളത്തുണ്ട്. അപ്പൊ മീനെ പെട്ടെന്ന് കിട്ടും ഇങ്ങനത്തെ ചൂണ്ട ഇടുമ്പോ. പിന്നെ ഇതും വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ കിലുങ്ങണ പോലത്തെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ട്ടാ. മീനപ്പ അതിൽ ചൂണ്ടയൊക്കെ കൊളുത്തുമ്പോ കിലുങ്ങും. അപ്പൊ നമുക്കറിയാൻ പറ്റും മീൻ കൊളുത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ അതിന് വേണ്ടി വേണ്ടിയാണ് കിലുങ്ങണ സാധനം വാങ്ങിച്ചത്. അപ്പൊ അതെ ചൂണ്ട, അതുപോലെ തന്നെ എല്ലാ സാധനവും കിട്ടുന്ന ഷോപ്പാണ് ഇത്. എല്ലാം ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും. ആലുവ തന്നെയാണ്. മണപ്പുറം റോഡാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മണപ്പുറത്തേക്ക് കൂടെ ഒന്ന് പോയാലോ. എപ്പോഴും ആലുവ ശിവരാത്രിക്കാണ് മണപ്പുറത്ത് പോകുന്നത്. അപ്പൊ കുറേ കടകളും നല്ല രസമായിരിക്കും. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വെറുതെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് പോകാന്ന് വിചാരിച്ച്. അപ്പൊ ദേ നമ്മ മണപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ആ പാലത്തിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് നിക്കാലാന്ന് ഓർത്തിട്ട് അങ്ങോട്ട് ഇറങ്ങണില്ല. സന്ധ്യ സമയമായി. അപ്പൊ പാലത്തിന്റെ അറ്റം വരെ നടന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഈ അതായത് ദിലീപിന്റെ വീടാണ് ട്ടാ. അങ്ങോട്ടൊന്നും കേറാനൊന്നും പറ്റൂല. ജസ്റ്റ് ഇങ്ങനെ ഗേറ്റിന് കാണിക്കാന്ന് മാത്രം. പിന്നെ പണ്ടത്തെ കൊട്ടാരം ഞാൻ കാണിച്ചു തരാം. അത് പാലം കേറി കഴിയുമ്പോ അവിടുന്ന് എടുക്കാൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം ട്ടാ. ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് എത്തട്ടെ. അപ്പൊ മണപ്പുറത്ത് ശിവരാത്രിക്കൊക്കെ വരുമ്പോ ഇവിടുന്ന് അങ്ങനെ നടക്കാൻ തന്നെ പറ്റൂല ട്ടോ. അത്രക്കും ജനങ്ങളായിരിക്കും. നല്ല തിരക്കായിരിക്കും. ഇപ്പൊ പിന്നെ തിരക്കൊന്നുമില്ല. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാം. അല്ലെങ്കിൽ ഈ പാലത്തിൽ കൂടെയൊക്കെ നടക്കുമ്പോ ഭയങ്കര തിരക്കായിരിക്കും. കടകളും ഐസ്ക്രീം കടകളും കുറേ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പൊ അതെ നമ്മ പതുക്കെ അങ്ങോട്ട് നടക്കട്ടെ. അപ്പൊ അത് ഈ സൈഡിലായിട്ടാണ് കൊട്ടാരം. അപ്പൊ കൊട്ടാരത്തിന്റെ ഉള്ളിലൊന്നും കയറാനൊന്നും പറ്റൂല. നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കാന്ന് അത്ര വീഡിയോ. അപ്പൊ ഇത്
നമ്മള് സിനിമയൊക്കെ ഷൂട്ടിങ് നടത്താറുണ്ട് ട്ടോ ഇവിടെ. പണ്ടത്തെ സിനിമ സുരേഷ് ഗോപി ന്റെയൊക്കെ സിനിമ, പിന്നെ മാനത്തെ കൊട്ടാരം, മറ്റേ സിനിമയിലെ പാട്ടില്ലേ? നീ വാവാവോ. ആ, ആ സിനിമയൊക്കെ എടുത്തത് ഇവിടുന്നാണ് ട്ടാ. അപ്പൊ ദേ നമ്മള് അറ്റം വരെ നടക്കട്ടെ. പിന്നെ ഞാനും ഇക്കയും കൂടി ചെറുത് ഒരു റീലൊക്കെ ചെയ്തു. ഏതായാലും വന്നതല്ലേ, വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ പിന്നെ റീല് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ആലുവാപ്പുഴ. പണ്ടത്തെ സിനിമയില് സത്യന്റെ സിനിമയിലൊക്കെ ഇവിടെ വഞ്ചി തുഴഞ്ഞ് അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ പഴയ സിനിമ കാണുമ്പോ പാട്ടൊക്കെ കേട്ടിട്ട് എനിക്കറിയാവുന്നതാണ് ട്ടാ. അപ്പൊ നമ്മ ഇവിടെ നിൽക്കുന്ന സമയത്ത് ദേ അതീ കൂടി ട്രെയിൻ പോണ്. അപ്പൊ സൂം ചെയ്തെടുത്തതാണ് ട്ടാ. അതാണ് ഇത്ര ക്ലിയർ അല്ലാത്തത്. അപ്പൊ നമ്മള് ദേ ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്കും ആടുകളെ പാലത്തിന്റെ മോളിൽ കൂടി കേറിയേക്കണിട്ട്. അതേ നോക്കി എനിക്ക് പേടിയായി. അങ്ങോട്ട് വീഴോ, വെള്ളത്തിലേക്ക് വീഴോ എന്നുള്ള പേടിയിൽ ഞാൻ ഇക്കാനോട് പറഞ്ഞു പതുക്കെ ഇതിനെ ഇറക്കുന്ന പറഞ്ഞേ അത് അത് വീഴൊന്നുമില്ല, അത് താനെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. കണ്ട കൊറേ ആടുകളുണ്ട് ട്ടാ. കുറച്ചേരം കഴിഞ്ഞപ്പോ ആടുകളൊക്കെ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി. ദേ ഞാൻ കാണിച്ചു തരാം, ഞാൻ എടുത്തിട്ടുണ്ട്. ദേ ഇറങ്ങി വന്നിട്ട് കണ്ട, അപ്പുറത്തേക്ക് പോയാ വെള്ളത്തിലാണ്. അപ്പൊ കൊറേ ആടുകളൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആടുകളൊക്കെ വളർത്തുന്നത്. പക്ഷെ സ്ഥലമില്ല നമുക്ക്. അപ്പൊ അതേ ഈ ആടിനെയൊക്കെ ഇങ്ങനെ പൊന്നാരിച്ചപ്പോ ആട് പേടിച്ചിട്ട് ഓടിപ്പോയി. അപ്പൊ നമ്മ പിന്നെയും അങ്ങോട്ട് കുറച്ചും കൂടി നടക്കാണ്. പാലത്തിന്റെ അറ്റം വരെ നടക്കാലാന്ന് വിചാരിച്ചു. അപ്പൊ ആലുവപ്പുഴ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആലുവപ്പുഴ. കാണാത്ത കൂട്ടുകാർക്കാണ് ട്ടോ കാണിച്ചു തന്നത്. അപ്പൊ മറ്റേ പഴയ സിനിമയിലെ പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നു. പിരിയാറേ പിരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, അറിയാവുന്നത് ഞാൻ പാടിയുള്ളൂ. ജസ്റ്റ് ആ സിനിമയിലെ പാട്ട് ഞാൻ വെറുതെ ഒന്ന് പാടിയെന്നുള്ളൂ കേട്ടാ. അപ്പൊ നമ്മള് മൂന്നുപേരും കൂടി പാലത്തിന്റെ മുകളിൽ നിൽക്കണേണ്. അപ്പൊ ഇടക്കൊക്കെ എല്ലാവരും ഇതേപോലെ വൈകിട്ട് അവിടെ അടുത്തുള്ള ഓരോരുത്തരുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇതേപോലെ പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. ഞാൻ കുറെ വീടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്ടാ. എന്നാലും എവിടെയും പോകാണ്ട് വീട്ടിലിരിക്കുന്നവര് ഇടക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോണോട്ടാ. അപ്പൊ ആ ഒരു രസമാണ്, നല്ല വൈബല്ലേ. അപ്പൊ അതെ നല്ല വ്യൂ. നമ്മപ്പോ ഇവിടുന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ അറ്റത്ത് പോയി ഞാൻ കാണിച്ചു തരാം. അപ്പൊ സന്ധ്യ ആയിട്ടാ. അപ്പൊ എല്ലാവരും അമ്പലത്തിലൊക്കെ വരുന്ന സമയനായി. കണ്ട കുറെ പേര് നടക്കാനൊക്കെ ഇറങ്ങാനുണ്ട് ട്ടാ. അപ്പൊ ഞാൻ അറ്റത്ത് സൈഡ് കാണിച്ചു തരാം. മുമ്പ് വഞ്ചിയിലാണ് അവിടുന്ന് ഇപ്പുറത്തേക്ക് വന്നോണ്ടിരുന്നത്. കണ്ടതെ അവിടെ മാലിട്ടേക്കണ അയ്യപ്പന്മാര് കലക്കലും കുളിക്കലൊക്കെയാണ്. അതവിടെ ഞാൻ ശരിക്കും സൂം ചെയ്തില്ല. പിന്നെ അപ്പുറത്തെ അമ്പലം. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിടക്ക് കഴിഞ്ഞാൽ അവിടുന്ന് ആ അറ്റത്തുനിന്ന് വഞ്ചിയിൽ ഇപ്പുറത്ത് വരെ വന്നിട്ട് പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ പോയിട്ടാ. എനിക്ക് പേടിയാ വഞ്ചി കയറാൻ. പിന്നെ എന്തോ ധൈര്യത്തിന് ഇരുന്ന്. അപ്പൊ ദേ ഇവിടെ കുറെ പേര് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതേ പാർവതിനെയും ശിവനെയും പകുതി പകുതി എന്താ വരച്ചേക്കണ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അപ്പൊ പാലത്തിന്റെ അറ്റത്ത് എത്തിയിട്ടാ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആലുവ ശിവരാത്രി മണപ്പുറം. അപ്പൊ ഈ പാലം വന്നതും ഒക്കെ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോ പാലും ഇല്ലാട്ടാ. അതിനുശേഷമാണ് പാലമൊക്കെ ഇവിടെ പണിതത്. വഞ്ചിയായിരുന്നു ആദ്യം. അപ്പൊ ദേ ആലുവ ക്ഷേത്രം കണ്ട. അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല. ഈ പാലത്തിന്റെ അറ്റം വരെ വന്നുള്ളൂ. പിന്നെ സന്ധ്യ ആയല്ല, കാരണം നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. കുറെ പേരുണ്ട് ട്ടോ ഇവിടെ. കണ്ട മീൻ പിടിക്കേണ്ട അറ്റത്ത് അങ്ങോട്ടൊന്നും പോയില്ല. അപ്പൊ ഈ സമയത്ത് വന്ന കാരണം വലിയ തിരക്കില്ല. തിരിച്ച് നമ്മള് വീട്ടിലേക്ക് പോണേണ്. ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നെന്നുള്ളൂ. അപ്പൊ ആലുവ മണപ്പുറം കാണാത്തവർക്ക് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ ട്ടോ. അപ്പൊ ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് കുറേ നടക്കാനുണ്ട് ട്ടോ. അവിടെയാണ് കടകളൊക്കെ കൂടുതലുള്ളത്. അപ്പൊ അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല. അപ്പുറത്തെ സൈഡിൽ കൂടി വരുമ്പോ ഞാൻ ഒരു ദിവസം അവിടെയൊക്കെ കാണിച്ചു തരാം. അപ്പൊ വരുന്ന വഴി കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിക്കാന്ന് വിചാരിച്ച്. പഴമൊക്കെ തീർന്നിരിക്കണാണ്. അപ്പൊ പഴവും മാതളമൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട്സ് കടയിൽ കയറി. പിന്നെ രാത്രിത്തെ ഫുഡ് നമ്മള് ഹോട്ടലിൽ ഒന്നും കഴിച്ചില്ല. അവിടെ ഇരുന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മ പാർസൽ വാങ്ങിച്ചു. വീട്ടിൽ വന്നിട്ട് കഴിച്ചാൽ മതിയല്ലോ. വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പൊ വീടെത്തിയിട്ട കൂട്ടുകാരെ. അപ്പൊ ഞാൻ വാങ്ങിച്ച പച്ചക്കറി വിത്തൊക്കെ കാണിച്ചു തരാം.
അപ്പൊ കുറച്ച് പച്ചക്കറി വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നാളത്തെ വ്ളോഗിൽ ഞാനിത് പച്ചക്കറി നടണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പിന്നെ ചീര വാങ്ങിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ ട്ടോ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.